അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹയും ആ ഫാത്തിമ ഉമ്മയും തമ്മിലുള്ള വലിയ ബന്ധം നമുക്കെല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മാതാവ് ആമിന ബീവി റളിയല്ലാഹു അൻഹ അവരുടെ വഫാത്തിന് ശേഷം മുത്തുനബിയെ പോറ്റി വളർത്തിയത് അവിടുത്തെ പിതൃവ്യൻ അബൂ ത്വാലിബ് എന്നവരാണ്. അബൂ ത്വാലിബ് എന്നിവരുടെ വീട്ടിൽ മുത്തുനബി വളരുമ്പോൾ താമസിക്കുമ്പോൾ നബിയെ തൻ്റെ ഉമ്മാക്ക് ശേഷം മറ്റൊരു വളർത്തുമ്മയായി വല്ലാത്ത ബന്ധം ആയിരുന്നു ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹയോട്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുയുടെ മാതാവാണ്. ഇസ്ലാമിൽ മഹദിയുടെ ചരിത്രം വളരെ പ്രസക്തമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്ന രണ്ടാമത്തെ വനിതയാണ് ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ. അതുമാത്രമല്ല, അവർ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നവരിൽ പെട്ടവരാണ്. ചരിത്രത്തിൽ കാണാം, ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നവരിൽ 11ാമത്തെ ആളാണ് ഫാത്തിമ ബിൻത്ത് അസദ്. അവരുടെ വഫാത്ത് മദീനയിൽ വെച്ചാണ് നടക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുട്ടിയായിരിക്കുന്ന സമയത്ത് സ്വന്തം മകനെ പോലെ പോറ്റി വളർത്തുകയും തൻ്റെ മറ്റ് മക്കൾക്കിടയിൽ നിന്ന് ഈ പൊന്നുമോന് വല്ലാത്തൊരു പ്രാധാന്യം മുത്തുനബിയെ വളർത്തുന്നതിലും അതുപോലെ തന്നെ ആഹാരം കൊടുക്കുന്നതിലും ഒക്കെ വലിയ ശ്രദ്ധയും സ്നേഹവും വാത്സല്യവും കാണിച്ച മഹദിയായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ വഫാത്ത്, ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയത്. അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് തന്നെ വിളിക്കാവുന്ന ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് തനിക്കെല്ലാം ചെയ്തു തന്ന മഹദിയോട് വല്ലാത്ത റഹ്മത്ത് മുത്തുനബി കാണിച്ചത് വഫാത്തിന് ശേഷം അവരുടെ ഖബറിൽ ഇറങ്ങിയെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ ജനാസയുടെ എല്ലാ സംസ്കരണവും ചെയ്യുന്നതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ ഒരു താല്പര്യം കാണിച്ചിരുന്നു. മുത്തുനബിയുടെ ഖമീസ്, ആ ധരിച്ച ഖമീസ് ആ കഫൻ തുണിയായിട്ട് ഉപയോഗിച്ചിരുന്നു. എന്നിട്ട് പ്രത്യേകമായ ദുആ, അല്ലാഹുവേ ഫാത്തിമ ബിൻത്ത് അസദിന് നീ പുറത്തു കൊടുക്കണേ എന്ന് വല്ലാത്ത ഒരു ദുആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. നിൻ്റെ നബിയുടെ ബറക്കത്ത് കൊണ്ട്, മറ്റു എല്ലാ അമ്പിയാക്കളുടെയും ബറക്കത്ത് കൊണ്ട് അവർക്ക് ഖബറിൽ വലിയ സന്തോഷം നൽകണേ എന്ന ആ പ്രാർത്ഥന ചരിത്രത്തിൽ കാണാം. പറഞ്ഞു വരുന്നത്, മദീനയിലേക്ക് ഹിജറ വന്ന കൂട്ടത്തിൽ ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹയും ഉണ്ടായിരുന്നു. അവരുടെ വഫാത്ത് ഹിജറ 4-ാം വർഷമാണ് നടക്കുന്നത് മദീനയിൽ വെച്ച്. അങ്ങനെ ജന്നത്തുൽ ബഖീയിലാണ് അവരെ മറവ് ചെയ്യുന്നത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പ്രബോധന ജീവിതത്തിൽ വലിയ ഒരു കരുത്ത്, തങ്ങളുടെ ബാല്യകാലത്ത് വല്ലാത്ത സ്നേഹവും വാത്സല്യവും നൽകിയ മഹദിയാണ് ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ. ഇത് കണ്ടുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നുണ്ടോ, നബിയെ, തങ്ങളെ കൂടെ ജീവിക്കുമ്പോൾ ഞങ്ങൾ ഇതുവരെ കാണാത്ത കാഴ്ചകളാണ് കണ്ടത്. വേറെ ഒരാൾക്ക് വേണ്ടിയും തങ്ങൾ ഇങ്ങനെ ഇത്രമാത്രം ഒരു ശ്രദ്ധയും കരുതലും നടത്തുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ആ സമയത്താണ്, യാ ഉമർ, ഓ ഉമറെ, ഇത് എൻ്റെ ഉമ്മ വഫാത്തായതിന് ശേഷം പകരമായി അള്ളാഹു എനിക്ക് നൽകിയ ഉമ്മയാണ്. ഇവരാണ് എനിക്ക് ആഹാരം നൽകിയത്, ഇവരാണ് എന്നെ സ്വന്തം മക്കളെക്കാളും സ്നേഹത്തോടെ പോറ്റി വളർത്തിയത് എന്നൊരു മറുപടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട്
അള്ളാഹു നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.